welcome to another video of our plus 1 zoology. In our previous class, we already learned about the morphological features of cockroach. In this video, we are going to discuss about the anatomical features of cockroach. And the cockroach anatomical features include the digestive system, excretory system, respiratory system and all these things. The first one is digestive system of cockroach. The digestive system of cockroach consists of three regions, that is foregut, midgut and hindgut. So the digestive system of cockroach consists of three regions, or the digestive system of cockroach is divided into three regions. They are foregut, midgut and hindgut. The foregut of the cockroach, starting from mouth, the mouth opens into a short pharynx and the pharynx again open into a narrow esophagus. The esophagus opens into a sac-like crop and the crop opens into gizzard. So these are the structures present in the foregut region. So foregut le edokka regions are first one mouth. Mouth aanu start cheyyunnathu. Mouth open cheyyunnathu oru short aayittulla pharynx-ilkkaanu open cheyyunnathu. And the pharynx again open into a narrow esophagus and the esophagus opens into a sac-like crop. Ee picture nokki kayinal അതിലൊരു സാക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ആ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ക്രോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ക്രോപ്പ് ഈസ് ദ റീജിയൻ വേർ ദെയർ ഫുഡ് ഈസ് സ്റ്റോർഡ്. ഈ ക്രോപ്പിലാണ് ഫുഡിനെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ കേസിൽ നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മൾ ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കേസിൽ ആ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ക്രോപ്പിലാണ്. ഇനി ക്രോപ്പ് ഓപ്പൺ ചെയ്യുന്ന ഏത് ഭാഗത്തേക്കാണ്, ആ സ്ട്രക്ചറിനെയാണ് ഗിസാർഡ് എന്ന് പറയുക. സോ ക്രോപ്പ് ഓപ്പൺസ് ഇൻ ടു ഗിസാർഡ്. ഇതിൽ ഈ ഗിസാർഡിൻ്റെ ഔട്ടർ റീജിയൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല തിക്ക് ലെയർ ആയിട്ടുള്ള സർക്കുലാർ മസിൽസ് കൊണ്ടാണ്. സോ ദ ഔട്ടർ ലെയർ ഓഫ് ദ ഗിസാർഡ് ഈസ് മെയ്ഡ് ഓഫ് എ തിക്ക് ലെയർ ഓഫ് സർക്കുലാർ മസിൽസ് ആൻഡ് ദ ഗിസാർഡ് ഈസ് അതർവൈസ് നോൺ ആസ് പ്രോവെൻട്രിക്കുലസ്. നമ്മൾ ഫോർഗട്ടിൻ്റെ റീജിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫോർഗട്ടിൻ്റെ റീജിയൻസിൽ നമ്മൾ ഈ പറയുന്ന ഈസോഫാഗസ് വരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈസോഫാഗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന സാറ്റലൈറ്റ് സ്ട്രക്ചറാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഈ ക്രോപ്പിലാണ് ഫുഡിനെ എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഇനി ക്രോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ട്രക്ചറാണ് ഗിസാർഡ്. ഗിസാർഡ് ഈസ് അതർവൈസ് നോൺ ആസ് പ്രോവെൻട്രിക്കുലസ്. ഗിസാർഡ് ഈസ് അതർവൈസ് നോൺ ആസ് പ്രോവെൻട്രിക്കുലസ്. ഈ ഗിസാർഡിലാണ് ഇനി എന്ത് സംഭവിക്കുന്നത്, ഫുഡ് ഗ്രൈൻഡ് ചെയ്യുന്നത്. കാരണം ഗിസാർഡിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ എന്തുണ്ടായിരിക്കും, നല്ല കൈറ്റനസ് ആയിട്ടുള്ള 6 പ്ലേറ്റ്സ് പ്രസൻ്റ് ആണ്. ഈ 6 പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് അവരവിടെ നിന്ന് ഫുഡിനെ എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും. അതാണ് ഗിസാർഡിൽ വെച്ചിട്ട് നടക്കുന്നത്. ഇനി ഗിസാർഡിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് തിക്ക് സർക്കുലാർ മസിൽസ്. തിക്കായിട്ടുള്ള സർക്കുലാർ മസിൽസ് കൊണ്ടാണ് ഗിസാർഡിൻ്റെ ഔട്ടർ ലൈനിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി ഫോർഗട്ട് കഴിഞ്ഞാൽ അടുത്ത റീജിയൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടാണ്. ഈ ഫോർഗട്ടിൻ്റെയും മിഡ്ഗട്ടിൻ്റെയും ഇടയിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ജംഗ്ഷനിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സർക്കുലാർ റിങ്ങിലായിട്ട് ഒരുപാട് ബ്ലൈൻഡ് ആയിട്ടുള്ള ട്യൂബ്സിനെ കാണാൻ പറ്റും. സോ ഇൻ ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ midgut and foregut consist of a circular ring of 6 to 8 line tubules called hepatic CK or gastric CK. So the junction between the foregut and midgut consists of a circular ring of blind tubules called 6 to 8 blind tubules called hepatic CK or gastric CK, and this gastric CK secrete digestive juices. So what is the function of gastric CK? The function of gastric CK is they secrete digestive juices, and this digestive juices helps in the digestion of food. ആ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഈ ഹെപ്പാറ്റിക് CK ആണ്. സോ ഹെപ്പാറ്റിക് CK എവിടെയാണ് കാണുന്നത്, ഇൻ ബിറ്റ്വീൻ ദ ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട്. അതിനിടയിൽ 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് കാണാൻ പറ്റും. ആ ബ്ലൈൻഡ് ട്യൂബ്യൂൾസിനെയാണ് എന്തെന്ന് പറയുക, ഹെപ്പാറ്റിക് CK അല്ലെങ്കിൽ ഗാസ്ട്രിക് CK എന്ന് പറയുന്നത്. ഈ ഗാസ്ട്രിക് CK എന്ത് സിന്തസൈസ് ചെയ്യും, ഡൈജസ്റ്റീവ് ജ്യൂസസ് സിന്തസൈസ് ചെയ്യും അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യും. ഈ സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഫുഡിനെ എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത റീജിയൻ എന്ന് പറയുന്നത് ഏതാ, നമ്മൾ പറഞ്ഞു മിഡ്ഗട്ട് ആണ്. ഇനി മിഡ്ഗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ നാരോ ആയിട്ടുള്ള ഒരു ട്യൂബുലാർ ഓർഗനാണ്
മിഡ്ഗട്ട്. മിഡ്ഗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത റീജിയൻ എന്ന് പറയുന്നത് ഹൈൻഡ്ഗട്ടാണ്. അപ്പോൾ ഈ മിഡ്ഗട്ടിൻ്റെയും ഹൈൻഡ്ഗട്ടിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ ഒരു 100 to 150 ട്യൂബ്യൂൾസിനെ, നാരോ ട്യൂബ്യൂൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ നാരോ ട്യൂബ്യൂൾസ് യെല്ലോയിഷ് കളറിലായിരിക്കും. ഈ യെല്ലോയിഷ്ഡ് ആയിട്ടുള്ള ഈ നാരോ ട്യൂബ്യൂൾസിനെയാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. So in between or the junction between the hindgut and midgut consists of 100 to 150 narrow yellow tubules called Malpighian tubules, and this Malpighian tubules act as their kidney. അതായത് നമ്മളുടെ ബോഡിയിൽ കിഡ്നി എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതേപോലെ കോക്രോച്ചിൻ്റെ കിഡ്നി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. അപ്പം മാൽപീജിയൻ ട്യൂബ്യൂൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ അവരുടെ ബോഡിയിലുള്ള ഹിമോലിംഫിനെ എന്തെയും ഫിൽറ്റർ ചെയ്യും. അതായത് കോക്രോച്ചിൻ്റെ ബ്ലഡാണ് ഹിമോലിംഫ് എന്ന് പറയുന്നത്. ഈ കോക്രോച്ചിൻ്റെ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്തിട്ട് അതിലുള്ള നൈട്രജീനസ് വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. സോ ദ ഫങ്ഷൻ ഓഫ് മാൽപീജിയൻ ട്യൂബ്യൂൾ ഈസ് റിമൂവ് ദ നൈട്രജീനസ് വേസ്റ്റ് ഓർ എക്സ്ക്രീഷൻ. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് അബൌട്ട് Malpighian tubules. And while talking about hindgut, the hindgut is a little bit broader part of the alimentary canal. The hindgut is a little bit broader part of the alimentary canal, and this hindgut is again divided into 3 regions: ileum, colon and rectum. So the hindgut is divided into 3 regions: ileum, colon and rectum. ഇത് നമ്മളുടെ ഇൻഡസ്റ്റൈനിലുള്ള അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ റെക്ടം അഗെയിൻ ഓപ്പൺ ഇൻ ടു ആനസ്. റെക്ടം എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? ആനസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. സോ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 regions: foregut, midgut and hindgut. The foregut starting from mouth opens into a short region called the pharynx, and the pharynx again open into narrow tubular esophagus, and the esophagus opens into a sac-like crop where the food is stored, and the crop open into the gizzard. Gizzard is otherwise known as proventriculus, and the inner lining of the gizzard has chitinous plates, and this chitinous plates act as their teeth, and the function of gizzard is grinding of food. And the outer layer of gizzard consists of thick circular muscle, and the junction between the foregut and midgut we can see 6 to 8 blind tubules, and these blind tubules are known as hepatic CK or gastric CK, and this gastric CK secrete or synthesize gastric juices which helps in the digestion. And the midgut is a narrow one, and the junction between the midgut and hindgut again we can see 100 to 150 narrow tubules, yellowish narrow tubules, and these yellowish narrow tubules are known as Malpighian tubules, and they act as their kidney or they helps in excretion of nitrogenous waste. And the next region is hindgut. The hindgut is divided into 3 portions. They are ileum, colon and rectum. Clear? So, and this rectum opening to anus. So these are the things that we want to discuss in the alimentary canal or the digestive system of cockroach. Clear? Next is circulatory system of cockroach. Cockroach inde circulatory system നെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പമ്പ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ഓർഗൻസിലേക്ക് അല്ലെങ്കിൽ ആ ബോഡി ക്യാവിറ്റിയിലേക്ക് എത്തി ആ ബോഡി ക്യാവിറ്റിയിൽ നമ്മുടെ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ അല്ല ഇവരുടെ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ ആ ബ്ലഡിലായിരിക്കും അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഫുള്ളി ബാത്ത് ചെയ്ത് കിടന്നിട്ടുണ്ടാവുക. അതായത് ഇവിടെ ബ്ലഡ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ ഓർഗൻസിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടാവില്ല? ബ്ലഡ് വെസൽസ് ഉണ്ടാവില്ല. അതാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. സോ കോക്രോച്ചിൻ്റെ കേസിൽ അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇനി കോക്രോച്ചിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മിഡ് ഡോർസൽ ലൈനിൽ, അതായത് തൊറാക്സ് മുതൽ അബ്ഡോമൻ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത്. നോക്കി നോക്കൂ, അതിൻ്റെ സെൻട്രലായിട്ടൊരു ഫണലൈസ്ഡ് ആയിട്ടുള്ള ചേമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ചേമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഹാർട്ടിൻ്റെ ചേമ്പേഴ്സാണ്. അങ്ങനെ
മിഡ് ഡോർസൽ ലൈനിലാണ് ആര് കാണുന്നത്? ഇവരുടെ ഹാർട്ട് കാണുന്നത്. ഈ ഓരോ ചേമ്പേഴ്സിൻ്റെയും ഓപ്പണിങ്ങിലും അതേപോലെ തന്നെ ക്ലോസിങ് റീജിയനിലുമായിട്ട് അല്ലെങ്കിൽ രണ്ട് എൻഡിലായിട്ട് ചെറിയ ഓപ്പണിങ്സിനെ കാണാൻ പറ്റും. ആ ഓപ്പണിങ്സിനെ പറയുന്ന പേരാണ് ഓസ്റ്റിയ. ഇനി കോക്രോച്ചിൻ്റെ കേസിൽ അവരുടെ ബ്ലഡ് വെസൽസ് ഒക്കെ പോർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. ഈ ബ്ലഡ് വെസൽസ് ഓപ്പൺ ചെയ്യുന്ന സ്പേസിനെ പറയുന്ന പേരാണ് ഹീമോസീൽ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഈ ബ്ലഡ് വെസൽസ് എല്ലാം തമ്മിൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് എന്തെന്ന് പറയും? ഹീമോസീൽ എന്ന് പറയും. ഈ ഹീമോസീലിൻ്റെ ഉള്ളിലാണ് ഇവരുടെ വിസറൽ ഓർഗൻസ് ഒക്കെ കാണുന്നത്. അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ കാണുന്നത് ഈ ഹീമോസീലിൻ്റെ ഉള്ളിലായിരിക്കും. ഇനി ഈ ഹീമോസീലിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഈ വിസറൽ ഓർഗൻസിലേക്ക് ഈ ഹാർട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് പോവും. ആ ബ്ലഡിലായിരിക്കും നമ്മുടെ ഈ വിസറൽ ഓർഗൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? മുങ്ങിക്കെടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഹാർട്ട് എന്ത് ചെയ്യും? ബ്ലഡ് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വിസറൽ ഓർഗൻസിൽ ബാത്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ബാത്തായിട്ട് വിസറൽ ഓർഗൻസ് ആ ബ്ലഡിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി ഇവരുടെ കേസിൽ പറയാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ കോക്രോച്ചിൻ്റെ ബ്ലഡിനെ പറയുന്ന പേര് ഹീമോലിംഫ് എന്നാണ്. ദ ബ്ലഡ് ഓഫ് കോക്രോച്ച് ഈസ് ഹീമോലിംഫ് ആൻഡ് ദിസ് ഹീമോലിംഫ് കൺസിസ്റ്റ് ഓഫ് ഹീമോസൈറ്റ്സ്. അതേപോലെ തന്നെ പ്ലാസ്മയും ഹീമോസൈറ്റ്സും ചേർന്നതാണ് ഇവരുടെ ബ്ലഡ് എന്ന് പറയുന്നത്. പ്ലാസ്മ എന്താണെന്ന് അറിയാമല്ലോ. ഹീമോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്രോച്ചിലുള്ള ബ്ലഡ് സെൽസിനെയാണ് ഹീമോസൈറ്റ്സ് എന്ന് പറയുക. ആൻഡ് ദേ ആർ കളർലെസ്. അപ്പോൾ കോക്രോച്ചിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് കളർലെസ് ബ്ലഡ് ആയിരിക്കും. അപ്പോൾ ആദ്യം സൈനസിൽ നിന്നുള്ള ബ്ലഡൊക്കെ ആദ്യം എന്ത് ചെയ്യും? ഓസ്റ്റിയ വഴി, സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ സ്പേസുകളാട്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള റീജിയൻസിൽ നിന്നുള്ള ബ്ലഡ് എന്ത് ചെയ്യും? ഓസ്റ്റിയ വഴി. ഓസ്റ്റിയ എന്ന് പറയുന്നത് എന്താ? ഓപ്പണിംഗ് ഓഫ് ഹാർട്ട്. ആ ഓരോ ഹാർട്ട് ചേമ്പറിൻ്റെ ഓപ്പണിങ്ങിനെയാണ് ഓസ്റ്റിയ എന്ന് പറയുക. അങ്ങനെ ഓസ്റ്റിയ വഴി എന്ത് ചെയ്യും? ഓരോ ഹാർട്ട് ചേമ്പറിലേക്ക് എത്തും. എന്നിട്ട് മറ്റേ റീജിയനിലൂടെ അതെന്ത് ചെയ്യും? വീണ്ടും സൈനസിലേക്ക് തന്നെ എക്സ്പെൽ ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ ബ്ലഡ് എന്ത് ചെയ്യുന്നത്? സർക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നും കൂടെ പറയാം. കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. കോക്രോച്ച് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഇവിടെ അവരുടെ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെയാണ്. പോർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിരിക്കും കോക്രോച്ചിൽ ഉണ്ടായിരിക്കുക. ഈ പോർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഓപ്പൺ ചെയ്യുന്ന സ്പേസിനെയാണ് എന്തെന്ന് പറയുക? ഹീമോസീൽ എന്ന് പറയുക. ഈ ഹീമോസീലിലാണ് അവരുടെ വിസറൽ ഓർഗൻസ് കാണുന്നത്. ഇനി കോക്രോച്ചിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് കുറേ ട്യൂബുലാർ ചേമ്പേഴ്സ് ആയിട്ട് അവരുടെ മിഡ് ഡോർസൽ ലൈനിലായിട്ട് കാണുന്നതാണ് അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഈ ഓരോ ചേമ്പേഴ്സിൻ്റെയും ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുക? ഓസ്റ്റിയ എന്ന് പറയുക. സോ ഇവരുടെ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അവരുടെ സൈനസിൽ നിന്നുള്ള ബ്ലഡ് ഓസ്റ്റിയ വഴി എന്ത് ചെയ്യും? ഈ ചേമ്പറിലേക്ക് എത്തും. എന്നിട്ട് ചേമ്പറിൽ നിന്ന് ആൻറ്റീരിയർലി അത് എന്ത് ചെയ്യും? പമ്പ് ചെയ്തിട്ട് വീണ്ടും ആ സൈനസിലേക്ക് തന്നെ എക്സ്പെൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഇവരുടെ കേസിലുള്ള സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ കോക്രോച്ചിൻ്റെ ബ്ലഡ് എങ്ങനെയാണ്? ദയർ ബ്ലഡ് ഈസ് എ കളർലെസ് വൺ. കോക്രോച്ചിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും. ഇതാണ് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നെക്സ്റ്റ് ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് കോക്രോച്ച്. The respiratory system of cockroach consists of a network of trachea. So cockroachന്റെ respiratory organ എന്ന് പറയുന്നത് ഏതാ? ട്രക്കിയാണ്. ഈ ട്രക്കിയ ഒരുപാട് നെറ്റ്വർക്ക്സ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. And the trachea opens into a 10 pair of openings called spiracles. ഈ ഓരോ ട്രക്കിയൽ ട്യൂബ്യൂൾസും ഓപ്പൺ ചെയ്യുന്ന ചെറിയ ഒരു 10 പെയർഡ് ആയിട്ടുള്ള ഹോൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹോൾസിനെയാണ് എന്തെന്ന് പറയുക? സ്പൈറക്കിൾസ് എന്ന് പറയാം. So the trachea opens into a 10 pair of holes called spiracles, and these spiracles are seen on the lateral side of their body. അവരുടെ ബോഡിയുടെ ലാറ്ററൽ സൈഡിൽ രണ്ട് സൈഡിലായിട്ടാണ് എന്ത് കാണുക? ഈ സ്പൈറക്കിൾസിനെ കാണുക. അപ്പോൾ കുറേ ട്രക്കിയൽ ട്യൂബ്സ് ഉണ്ടെങ്കിൽ ആ ട്രക്കിയൽ ട്യൂബ്സ് ഒക്കെ ലാറ്ററൽ സൈഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ 10 പെയർ സ്പൈറക്കിൾസ് ആണ് അവരുടെ ബോഡിയിലുള്ളത്. അപ്പോൾ സ്പൈറക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഈ ട്രക്കിയൽ ട്യൂബ്സിൻ്റെ ചെറിയ ഓപ്പണിങ്സിനെയാണ് എന്തെന്ന് പറയുക? സ്പൈറക്കിൾസ് എന്ന് പറയാം. ഈ സ്പൈറക്കിൾസിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്പിഞ്ചേഴ്സ് പ്രസൻ്റ് ആണ്. സ്പിഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലൂടെ ഈ സ്പിഞ്ചേഴ്സ് എന്ത് ചെയ്യും? ഇതിൻ്റെ മൂവ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉള്ളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ഈ സ്പിഞ്ചേഴ്സ് ആണ്. സോ the trachea of cockroach is a network one, and these trachea opens to a 10 pair of small holes called spiracles, and these spiracles are guarded by sphincters.
ക്ലിയർ ആണല്ലോ. ഇത് കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രക്കിയൽ ട്യൂബ്യൂൾസ് വീണ്ടും മൈന്യൂട്ടായിട്ടുള്ള ട്യൂബ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ട്രക്കിയോൾസ് എന്ന് പറയുക. സോ ദ ട്രക്കിയൽ ട്യൂബ്യൂൾസ് ആർ അഗെയിൻ സബ്ഡിവൈഡഡ് ഇൻ ടു മൈന്യൂട്ട് tubules called or thin tubules called tracheoles. Tracheoles എന്ന് പറയുന്നതാണ് ആ തിൻ ആയിട്ടുള്ള ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഈ തിൻ ആയിട്ടുള്ള ട്യൂബ്യൂൾസ് എന്ത് ചെയ്യും, എയറിൽ നിന്നുള്ള ഓക്സിജനെ എന്ത് ചെയ്യും, ബോഡി പാർട്സിലേക്ക് എത്തിക്കും. സോ ദ ഫങ്ഷൻ ഓഫ് ട്രക്കിയൽ ട്യൂബ്യൂൾസ് ഈസ് ദേ കളക്ട് ദ ഓക്സിജൻ ഫ്രം ദി എയർ ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ഓൾ ദ പാർട്സ് ഓഫ് ദെയർ ബോഡി. അതായത് എയറിനെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തേക്കും ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രക്കിയൽ ട്യൂബ്യൂൾസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇവരുടെ കേസിൽ അവരുടെ ഗ്യാസസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. സോ വാട്ട് ഈസ് ഡിഫ്യൂഷൻ? Diffusion is the movement of gas from a region of higher concentration to a region of lower concentration. ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതലുള്ളത് ആ കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറവുള്ള ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുക, ഡിഫ്യൂഷൻ എന്ന് പറയുക. അങ്ങനെ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, എയറിനെ ഇവരുടെ ബോഡിയുടെ ഉള്ളിലേക്ക് അവർ എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഗ്യാസസ് എക്സ്ചേഞ്ച് നടത്തുന്നത് ഏത് വഴിയാണ്, ഡിഫ്യൂഷൻ വഴിയാണ്. അപ്പോൾ ഗ്യാസസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുക, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്പെൽ ചെയ്യുക. ഇത് രണ്ടും നടക്കുന്നത് ഏത് മെക്കാനിസം, എന്ത് വഴിയാണ്, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് cockroach. So the respiratory system of cockroach consists of a network of trachea, and the trachea opens into a 10 pair of small openings or 10 pair of small holes called spiracles, and the spiracles are guarded by sphincters. Tracheal tubules are again subdivided into minute or thin tubules called tracheoles, and these tracheoles collect the oxygen from the air and transfer it to all other body parts. By the mechanism of diffusion they exchange the gases. Clear? So that is about the respiratory system of cockroach. And the next is the excretory system of cockroach. Excretory system of cockroach consists of Malpighian tubules. So Malpighian tubules are the excretory organ of cockroach. So which is the excretory organ of cockroach? Malpighian tubules are the excretory organ of cockroach. Clear? ഇനി ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ലൈൻഡ് ബൈ സിലിയേറ്റഡ് ആൻഡ് ഗ്ലാൻഡുലാർ സെൽസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തിട്ട് സിലിയേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഗ്ലാൻഡുലാർ ആയിട്ടുള്ള സെൽസ് അവിടെ പ്രസൻ്റ് ആണ്. ആൻഡ് ദീസ് സെൽസ് അബ്സോർബ് നൈട്രജീനസ് വേസ്റ്റ് ആൻഡ് കൺവേർട്ട് ഇൻ ടു യൂറിക് ആസിഡ്, ആൻഡ് ദിസ് യൂറിക് ആസിഡ് ഈസ് എക്സ്ക്രീറ്റഡ് ഔട്ട് ത്രൂ ഹൈൻഗട്ട്. അതായത് ഇവരെന്ത് ചെയ്യും, നൈട്രജീനസ് വേസ്റ്റിനെ അബ്സോർബ് ചെയ്യും. നൈട്രജീനസ് വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ നൈട്രജീനസ് വേസ്റ്റിനെ ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ട് അതിനെ യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുക, യൂറിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഈ കൺവേർട്ട് ചെയ്ത യൂറിക് ആസിഡിനെ ഹൈൻഗട്ടിലൂടെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഹൈൻഗട്ട് ഓപ്പൺ ചെയ്യുന്നത് ആനസിലേക്കാണെന്ന് അറിയാമല്ലോ. ഈ ആനസിലൂടെ അതിനെ റിമൂവ് ചെയ്യും. അങ്ങനെ യൂറിക് ആസിഡിനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ യൂറിക് ആസിഡാണ് ഒരു ഓർഗാനിസത്തിൻ്റെ എക്സ്ക്രീറ്ററി നൈട്രജീനസ് വേസ്റ്റ് എങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ യൂറിക്കോടെലിക് ഓർഗാനിസം എന്ന് പറയും. ആ ഒരു മെക്കാനിസത്തിനെ യൂറിക്കോടെലിസം എന്ന് പറയും. സോ കോക്രോച്ചസ് ആർ യൂറിക്കോടെലിക്. കോക്രോച്ചസ് എന്താണ്, യൂറിക്കോടെലിക് ആണ്, വിച്ച് മീൻസ് ദെയർ എക്സ്ക്രീറ്ററി വേസ്റ്റ് ഈസ് uric acid. So cockroaches are uricotelic, which means their excretory waste is, or their nitrogenous waste is uric acid. The excretory organ of cockroach is Malpighian tubules. The excretory organ of cockroach is Malpighian tubules, and these Malpighian tubules consist of, or they are lined by ciliated or glandular cells, and these glandular cells absorb the nitrogenous waste and convert it into uric acid, and that is excreted through hindgut, or that is removed through hindgut. Clear? ഇനി ഇത് കൂടാതെ ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസിൽ മറ്റു 3 കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഫാറ്റ് ബോഡി, അതേപോലെ തന്നെ നെഫ്രോസൈറ്റ്സ് എന്ന് പറയും, പിന്നെ മറ്റൊന്നാണ് യൂറിക്കോസ് ഗ്ലാൻഡ്. സോ ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആർ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഫാറ്റ് ബോഡി, യൂറിക്കോസ് ഗ്ലാൻഡ് ആൻഡ് നെഫ്രോസൈറ്റ്സ്. അപ്പോൾ 4 ടൈപ്പിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ് അവർക്കുണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് കൂടാതെ
ഫാറ്റ് ബോഡി, യൂറിക്കോസ് ഗ്ലാൻഡ്, അതേപോലെ തന്നെ നെഫ്രോസൈറ്റ്സ്. ഇത് മൂന്നും കൂടി എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇവരുടെ കേസിൽ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? സോ excretory organ of or the excretory system of cockroach consists of Malpighian tubules, which means Malpighian tubules are their excretory organ, and the Malpighian tubules consist of ciliated and glandular cells, and these ciliated and glandular cells absorb the nitrogenous waste and convert into uric acid, and they remove it through hindgut. If the nitrogenous waste of an organism is uric acid, they are called uricotelic organism. They are uricotelic organism, and the mechanism is uricotelism. Next is nervous system of cockroach. The nervous system of cockroach consists of segmentally arranged ganglia. ഓരോ സെഗ്മെന്റ്സിലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ആരുണ്ടായിരിക്കും? ഗാംഗ്ലിയാസ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ദീസ് ഗാംഗ്ലിയാസ് ആർ കണക്റ്റഡ് ബൈ കണക്റ്റീവ്സ് ഓൺ ദെയർ വെൻട്രൽ സൈഡ്. കണക്റ്റീവ് ട്യൂബ്യൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ ഓരോ ഗാംഗ്ലിയാസിനെയും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വെൻട്രൽ സൈഡിലൂടെ അതിൻ്റെ ഓരോ ഗാംഗ്ലിയാസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? The nervous system of cockroach consists of segmentally arranged ganglia, and these ganglia are connected with the help of connectives on the ventral side. Ventral sideലൂടെ അതിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സെഗ്മെന്റലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയാസ്, ഇങ്ങനെയുള്ള ഗാംഗ്ലിയാസ് 3 തൊറാക്സിലും അതേപോലെ തന്നെ 6 നമുക്ക് എവിടെയും കാണാൻ സാധിക്കും? അബ്ഡമനിൽ കാണാൻ സാധിക്കും. സോ 3 ഗാംഗ്ലിയാസ് ഓൺ ദ തൊറാക്സ് ആൻഡ് 6 ഓൺ ദി അബ്ഡമൻ. 3 തൊറാക്സിലും അതേപോലെ തന്നെ 6 എവിടെയും കാണാൻ സാധിക്കും? ഇവരുടെ അബ്ഡമൻ റീജിയനിലും ആയിട്ടായിരിക്കും ഈ ഗാംഗ്ലിയാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എത്ര എണ്ണം തൊറാക്സിലുണ്ട്? തൊറാക്സിൽ 3 അതേപോലെ തന്നെ അബ്ഡമനിൽ 6 ഗാംഗ്ലിയാസും ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗാംഗ്ലിയാസ് കാണുന്നത് ഏത് ഭാഗത്താണ്? അവരുടെ വെൻട്രൽ സൈഡിലാണ് ഈ ഗാംഗ്ലിയാസ് കാണുന്നത്. പക്ഷേ അവരുടെ ഹെഡിൽ വളരെ കുറച്ച് മാത്രമേ എന്തുള്ളൂ? നെർവസ് സിസ്റ്റത്തിൻ്റെ പോർഷൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹെഡ് റീജിയൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് വീണ്ടും ഒരു 1 വീക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ഏറ്റവും കൂടുതൽ ഇവരുടെ ഗാംഗ്ലിയോസ് കാണുന്നത് ഏത് റീജിയനിലാണ്? അവരുടെ വെൻട്രൽ റീജിയനിലാണ്. ഹെഡിൽ വളരെ കുറച്ച് ഗാംഗ്ലിയാസ് മാത്രമേ ഉള്ളൂ. അത് കൂടാതെ നെർവസ് സിസ്റ്റത്തിൻ്റെ വളരെ കുറച്ച് പോർഷനെ എവിടെയുള്ളൂ? ഈ പറയുന്ന ഹെഡിലുള്ളൂ. ഇനി ഹെഡിലുള്ള ഈ പറയുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ പോർഷൻ അല്ലെങ്കിൽ ഹെഡ് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും അവർക്ക് 1 വീക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ സാധിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ കൂടുതൽ പോർഷനും ഏത് ഭാഗത്താണ് കാണുന്നത്? അവിടെ തൊറാക്സിലും അതേപോലെ തന്നെ അബ്ഡമൻ റീജിയനിലും ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഹെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ദേ ക്യാൻ ലീവ് ഫോർ 1 വീക്ക്. അവർക്ക് ഒരാഴ്ച കൂടി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ സാധിക്കും. ഇനി ഇവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ ആണ്. സോ ദ ബ്രെയിൻ ഓഫ് ദ കോക്രോച്ച് റെപ്രസെൻറ്റഡ് ബൈ supra esophageal ganglion, and these provide nerves to compound eyes and antenna. ഈ നെർവ്സ് ആണ് അല്ലെങ്കിൽ ഈ supra esophageal ganglion ആണ് കോമ്പൗണ്ട് ഐസിലേക്കും അതേപോലെ തന്നെ അവരുടെ ആൻറ്റിനയിലേക്കുള്ള നെർവ്സിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ആൻറ്റിന എന്ന് പറയുന്നത് അവരുടെ സെൻസ് ഓർഗൻസ് ആണ്. ഈ സെൻസ് ഓർഗൻസിലേക്കുള്ള നെർവ്സിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ supra esophageal ganglions ആണ്. So that is about the nervous system of cockroach. So the nervous system of cockroach consists of segmentally arranged ganglia. അപ്പോൾ എന്താ ഗാംഗ്ലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ന്യൂറോൺസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സാധാരണ ഗാംഗ്ലിയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ here in the case of cockroach their nervous system consists of segmentally arranged ganglias, and these ganglias are connected with the help of connectives on the ventral side. Thorax consists of 3 ganglions and the abdomen consists of 6 ganglions. ഇനി in case ഇവരുടെ ഹെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാഴ്ച കൂടെ ജീവിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെഡിൽ വളരെ കുറച്ച് മാത്രമേ ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ പോർഷനുള്ളൂ. ഇനി ഇവരുടെ ബ്രെയിൻ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതിനെയാണ്? supra esophageal ganglions ആണ്. and these supra esophageal ganglions provide nerves to or supply nerves to compound eyes and antenna. അപ്പോൾ ഇത്രയുമാണ് എന്ത് പറയുന്നത്? അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ കേസിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അവരുടെ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ്.
കോക്രോച്ചിൻ്റെ കേസിൽ അവരുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് ഒന്ന് കോമ്പൗണ്ട് ഐസ് ആണ്, മറ്റൊന്ന് അവരുടെ സെൻസറി ആൻറ്റിനാസ് ആണ്, പിന്നെ മാക്സിലറി പൾപ്പ്, ലാബിയൽ പൾപ്പ്, അതേപോലെ തന്നെ ആനൽ സർക്കിൾ. ഇത്രയുമാണ് അവരുടെ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. 5 സെൻസറി ഓർഗൻസ് ആണ് ഇവിടെ നോക്കാനുള്ളത്. ആൻറ്റിന, കോമ്പൗണ്ട് ഐ, മാക്സിലറി പൾപ്പ്, അതേപോലെ തന്നെ ലാബിയൽ പൾപ്പ്, പിന്നെ അതേപോലെ എന്താ പറഞ്ഞത് ആനൽ സർക്കിൾ. ഇതാണ് ഇവരുടെ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. ഈ ആൻറ്റിന യൂസ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യുന്നത്. ആൻറ്റിന എവിടെയാണ് കാണാമെന്നറിയാലോ, അവരുടെ ഹെഡ് റീജിയനിലാണ് ഈ ലോങ് ഫിലമെൻറ്റസ് ആയിട്ടുള്ള ആൻറ്റിനയെ കാണാൻ സാധിക്കുന്നത്. ഈ ആൻറ്റിന എന്ത് ചെയ്യും, അവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യാൻ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ അതിനെ സെൻസ് ചെയ്യാൻ അവർക്ക് ഈ ആൻറ്റിനാസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി കോമ്പൗണ്ട് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂമറസ് ഹെക്സഗണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒമാറ്റീരിയസ് യൂസ് ചെയ്തിട്ടാണ്. ഏകദേശം 2000 ഒമാറ്റീരിയ ആണ് അവരുടെ ഒരു കോമ്പൗണ്ട് ഐയിലുള്ളത്. അങ്ങനെ 2000 ഒമാറ്റീരിയസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഈ ഒരു കോമ്പൗണ്ട് ഐസ് പ്രൊവൈഡ് ചെയ്യുന്നത് മൊസൈക്ക് വിഷൻ ആണ്. അതായത് 2000 ഹെക്സഗണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒമാറ്റീരിയാസ് ഉണ്ടെന്നാണ്. കോമ്പൗണ്ട് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറേ ഒമാറ്റീരിയ ചേർന്നിട്ടുണ്ടാവുന്നതാണ് ഒരു കോമ്പൗണ്ട് ഐ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കോമ്പൗണ്ട് ഐനെ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഫിലിംസ് ഒക്കെ കാണാറുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഈച്ച എന്ന് പറഞ്ഞ ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഫിലിമിൽ നമ്മളുടെ ഈച്ചയുടെ ഐസ് കാണിക്കുമ്പോൾ കുറേ കുഞ്ഞു കഷ്ണങ്ങൾ പോലെ, ഈ തേനീച്ചക്കൂട് പോലെയാണ് അവരുടെ ഐസ് കാണുന്നത് അല്ലേ. അങ്ങനെ കാണുന്ന ഓരോ ഹെക്സഗണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഓരോന്നും എന്താണ്, ഓരോ ഒമാറ്റീരിയാസ് ആണ്. അതേപോലത്തെ തന്നെയാണ് നമ്മുടെ കോക്രോച്ചിലുള്ളത്. അപ്പം അങ്ങനെ കാണുന്ന ഓരോ ഹെക്സഗണൽ ഷേപ്ഡ് ആയിട്ടുള്ള ആ സ്ട്രക്ചർ എന്താണ്, ഓരോ ഒമാറ്റീരിയാസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഓരോ ഐസ് ആണ്, ഐ കോമ്പൗണ്ട്സ് ആണ്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അവരുടെ ഒരു സിംഗിൾ ഐ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഒമാറ്റീരിയയും ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഐക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പല വിഷൻസിൻ്റെയും പല രീതിയിലുള്ള ഇമേജസ് കിട്ടും. ഓരോ ഒമാറ്റീരിയാസും ഓരോ ഇമേജസിൻ്റെയും പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കാണുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പല ഇമേജസ് ആയിരിക്കും ആർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, ഈ പറയുന്ന കോക്രോച്ചിന് കിട്ടുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് ഐസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ വിഷൻ എന്ന് പറയുന്നത് അതിന് റെസൊല്യൂഷൻ കുറവാണെങ്കിൽ പോലും അതിന് എന്ത് കൂടുതലാണ്, സെൻസിറ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നൊക്ടേണൽ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇവർക്ക് എന്താവാൻ പറ്റും, കൂടുതൽ ആക്റ്റീവ് ആവാൻ പറ്റും. അതായത് നൈറ്റ് ടൈമിൽ ഈ പറയുന്ന കോക്രോച്ചസിന് കൂടുതൽ ആക്റ്റീവ് ആവാൻ പറ്റുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഐസ് ആൻഡ് ദ മൊസൈക്ക് വിഷൻ പ്രൊവൈഡഡ് ബൈ ദിസ് കോമ്പൗണ്ട് ഐ. അങ്ങനെയില്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ പല ഇമേജസ് കിട്ടുമ്പോൾ ആ വിഷൻ അത്ര, അതിൻ്റെ റെസൊല്യൂഷൻ അത്ര എന്തായിരിക്കില്ല, നല്ലതായിരിക്കില്ല. അതായത് അത്ര ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. എങ്കിൽ പോലും അതിന് എന്ത് കൂടുതലായിരിക്കും, സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് വൈ ദേ ബിക്കം നൊക്ടേണലി ആക്ടിവേറ്റഡ് വൺ. അതായത് നൊക്ടേണലി അവരെന്തായിരിക്കും, കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാവുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, because of this. Our next topic is reproductive system of cockroach. Cockroachന്റെ reproductive system ആണ് ഇനി നോക്കുന്നത്. And the reproductive system is again divided into male reproductive system and female reproductive system. അതായത് male reproductive system നമുക്ക് ഇവിടെ നോക്കാനുണ്ട്, അതേപോലെ തന്നെ female reproductive system നമുക്ക് നോക്കാനുണ്ട്. ഇവിടെ male reproductive systemത്തിൽ വരുന്ന പാർട്സ് എന്ന് പറയുന്നത് a pair of testes, അതേപോലെ തന്നെ seminal vesicles, accessory glands and external genitalia. ഇങ്ങനെ 4 സംഭവങ്ങളാണ് ഇവിടെ വരുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറയുന്നത്. എന്തൊക്കെയുള്ളത്, എ പെയർ ഓഫ് ടെസ്റ്റിസ്, അതേപോലെ തന്നെ ആക്സസറി ഗ്ലാൻസ് ഉണ്ട്, സെമിനൽ വെസിക്കിൾസ്, ആക്സസറി ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇതിൽ നമുക്ക് ആദ്യം ടെസ്റ്റിസിനെ കുറിച്ചിട്ട് പറയാം. നമുക്കറിയാം കോക്രോച്ചിൻ്റെ അബ്ഡോമനിൽ ടോട്ടൽ 10 സെഗ്മെൻറ്റ്സ് ഉണ്ട്. കോക്രോച്ചിൻ്റെ അബ്ഡോമനിൽ ടോട്ടൽ 10 സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ 10 സെഗ്മെൻറ്റിൽ 4th സെഗ്മെൻറ്റ് മുതൽ 6th സെഗ്മെൻറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് മെയിൽ കോക്രോച്ചിൻ്റെ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. സോ കോക്രോച്ചിൻ്റെ കേസിൽ അവരുടെ ടെസ്റ്റിസ് എവിടെയാണ് കാണുന്നത്, അവരുടെ അബ്ഡോമനിലെ 4th സെഗ്മെൻറ്റ് മുതൽ 6th സെഗ്മെൻറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ലാറ്ററൽ സൈഡിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചറാണ് അവരുടെ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി ഓരോ ടെസ്റ്റിസിനും ഓരോ ചെറിയ ട്യൂബുലാർ ആയിട്ടുള്ള വാസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഈ വാസ് ഡിഫറൻസ് ജോയിൻ ചെയ്തിട്ട് വരുന്നതാണ് സെമിനൽ വെസിക്കിൾസ് ഇനി എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യുന്നത് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്കാണ്. ഇജാക്കുലേറ്ററി ഡക്റ്റ് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയക്കാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ടെസ്റ്റിസ്. So the reproductive system of cockroach consists of a pair of testes, and this
testis. That pair of testis opens into a tubular structure called vas deferens. So testis opens into vas deferens. Vas deferens opens into seminal vesicles, and the seminal vesicles opens into ejaculatory duct, and this ejaculatory duct opens into external genitalia. ഇതാണ് അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് പറയുന്നത് ആക്സസറി ഡക്ട്സിനെ കുറിച്ചിട്ടാണ്. അതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ദാറ്റ് ഈസ് സെമിനൽ വെസിക്കിൾസ്. സെമിനൽ വെസിക്കിൾസിൻ്റെ കേസിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സെമിനൽ വെസിക്കിൾസിലാണ് സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ദ സ്പേം ഈസ് സ്റ്റോർഡ് ഇൻ സെമിനൽ വെസിക്കിൾസ്. ഇനി കുറേ സ്പേംസ് എന്ത് ചെയ്യും, ഗ്ലൂ ചെയ്തിട്ട് ഓരോ ബണ്ടിൽസ് ആക്കിയിട്ട് മാറ്റും. കുറേ സ്പേംസ് ഗ്ലൂ ചെയ്തിട്ട് ഓരോ ബണ്ടിൽസ് ആക്കിയിട്ട് മാറ്റും. ഈ ബണ്ടിൽസിനെയാണ് സ്പെർമാറ്റോഫോഴ്സ് എന്ന് പറയാം. ഈ ബണ്ടിൽസിനെയാണ് സ്പെർമാറ്റോഫോഴ്സ് എന്ന് പറയാം. ഈ സ്പെർമാറ്റോഫോഴ്സിനെ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പുലേഷൻ്റെ ടൈമിൽ ഇവർ എന്ത് ചെയ്യും, ഫീമെയിൽ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. കോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേറ്റിംഗ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് എന്ന് നമ്മൾ പറയും അല്ലേ. അങ്ങനെ മേറ്റിങ്ങിൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, കോക്രോച്ചിൻ്റെ മേറ്റിങ്ങിൻ്റെ ടൈമിൽ മെയിൽ ബോഡിയിലുള്ള ഈ സ്പെർമാറ്റോഫോഴ്സിനെ എന്ത് ചെയ്യും, അവർ ഫീമെയിൽ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. വജൈന വഴി അതിനെ ഡിസ്ചാർജ് ചെയ്യും. ഇങ്ങനെയാണ് സ്പേംസിന് എന്ത് ചെയ്യുക, ഇവർ ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് സെമിനൽ വെസിക്കിളിൻ്റെ കേസിൽ പറയുന്നത്. സെമിനൽ വെസിക്കിൾ കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്, ആക്സസറി ഗ്ലാൻസ് ആണ്. ഇവരുടെ കേസിൽ ആക്സസറി ഗ്ലാൻസ് എന്ന് പറയുന്നത് ഒന്ന് മഷ്റൂം ഗ്ലാൻഡും അതേപോലെ തന്നെ ഫാലിക് ഗ്ലാൻസും ആണ്. ഈ മഷ്റൂം ഗ്ലാൻഡ് എന്ന് പറയാൻ കാരണം അതിന് മഷ്റൂം ഷേപ്പ് പോലെ ആയിരിക്കും, മഷ്റൂമിൻ്റെ ഷേപ്പ് പോലെ കാണുന്നത് കൊണ്ടാണ് അതിന് മഷ്റൂം ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് കാണുന്നത് 6 to 7 സെഗ്മെൻറ്റിലാണ്, 6 to 7 അബ്ഡോമിനൽ സെഗ്മെൻറ്റിലാണ് മഷ്റൂം ഗ്ലാൻഡ് കാണുന്നത്. അബ്ഡോമിനിൽ 6ാമത്തെ സെഗ്മെൻറ്റ് മുതൽ 6-7 സെഗ്മെൻറ്റിലായിട്ടാണ് ആരെ കാണുന്നത്, ഈ മഷ്റൂം ഗ്ലാൻഡ് കാണുന്നത്. അപ്പോൾ മഷ്റൂം ഗ്ലാൻഡും അതേപോലെ തന്നെ ഫാലിക് ഗ്ലാൻഡും ആണ് ഇവിടെ കാണുന്നത് ആക്സസറി ഗ്ലാൻസിൽ വരുന്നത്. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവരാണ് ഈ സ്പേമിന് എന്ത് ചെയ്യുന്നത്, നറിഷ് ചെയ്യുന്നത്. സോ ദേ നറിഷ് ദ സ്പേം. ക്ലിയർ അല്ലേ? ഇനി ആക്സസറി ഗ്ലാൻസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്, എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആണ്. എക്സ്റ്റേണൽ ജെനിറ്റേലിയ അല്ലെങ്കിൽ ഫെലോമിയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ മെയിൽ ഗൊണാപ്പോഫൈസസ് എന്ന് പറയും. എക്സ്റ്റേണൽ ജെനിറ്റാലിയ അല്ലെങ്കിൽ മെയിൽ ഗൊണാപ്പോഫൈസസ് അല്ലെങ്കിൽ ഫെലോമിയേഴ്സ്, ഇതൊക്കെ എന്താണ്, സെയിം സംഭവമാണ്. ഇനി ഈ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു കൈറ്റിനസ് സ്ട്രക്ചറാണ് ഇവരുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ മെയിൽ ഗോണോപോർ. മെയിൽ ഗോണോപോർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് കാണുന്നുണ്ടായിരിക്കും. So that is about the reproductive system in male. The male reproductive system consists of a pair of testes, seminal vesicles, accessory glands and external genitalia. ഇനി ടെസ്റ്റിസ് എവിടെയാണ് കാണുന്നത്, 4th മുതൽ 6th വരെയുള്ള സെഗ്മെൻറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന സ്ട്രക്ചറാണ് ഇവരുടെ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലാറ്ററൽ സൈഡിലായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ടെസ്റ്റിസ് ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്, തിന്നായിട്ടുള്ള വാസ് ഡിഫറൻസിലേക്കാണ്. വാസ് ഡിഫറൻസ് ഓപ്പൺ ചെയ്യുന്നത് സെമിനൽ വെസിക്കിളിലേക്കും, സെമിനൽ വെസിക്കിൾ ഓപ്പൺ ചെയ്യുന്നത് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്കും. ആൻഡ് ഇൻ ദിസ് ഇജാക്കുലേറ്ററി ഡക്ട് അഗെയിൻ ഓപ്പൺസ് ഇൻ ടു എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇനി സെമിനൽ വെസിക്കിൾസിലാണ് എന്തിനെ സ്റ്റോർ ചെയ്യുന്നത്, ഇവരുടെ സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിൽ ഓരോ സ്പേം സെൽസും എന്ത് ചെയ്യും, കുറേ സ്പേം സെൽസ് കമ്പൈൻ ചെയ്തിട്ട് ഓരോ ബണ്ടിൽസ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യും. ഈ ബണ്ടിൽസിനെയാണ് എന്തെന്ന് പറയുക, സ്പെർമാറ്റോഫോഴ്സ് എന്ന് പറയാം. ആൻഡ് ദീസ് ബണ്ടിൽസ് or this spermatospores were discharged during the copulation time. കോപ്പുലേഷൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, ഈ സ്പെർമാറ്റോഫോഴ്സിനെ ഫീമെയിൽ ബോഡിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. അതാണ് സെമിനൽ വെസിക്കിൾസിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, ആക്സസറി ഗ്ലാൻസ്. ഇവരുടെ കേസിൽ ആക്സസറി ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൽസിൻ്റെ കേസിൽ അവരുടെ ആക്സസറി ഗ്ലാൻസ് എന്ന് പറയുന്നത് മഷ്റൂം ഗ്ലാൻസും അതേപോലെ തന്നെ ഫാലിക് ഗ്ലാൻസും ആണ്. മഷ്റൂം ഗ്ലാൻഡ് എന്ന് പറയാൻ കാരണം അതിൻ്റെ ഷേപ്പ് കാരണമാണ്, മഷ്റൂം ഷേപ്ഡ് ആയതുകൊണ്ടാണ് മഷ്റൂം ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 6 to 7th അബ്ഡോമിനൽ സെഗ്മെൻറ്റിലാണ് ഈ പറയുന്ന മഷ്റൂം ഗ്ലാൻഡ് കാണുന്നത്. ഇവരുടെ സെക്രീഷൻസ്, അതായത് മഷ്റൂം ഗ്ലാൻഡിൻ്റെയും അതേപോലെ തന്നെ ഫാലിക് ഗ്ലാൻഡിൻ്റെയും സെക്രീഷൻസ് ആണ് സ്പേമിന് ആവശ്യമുള്ള നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താ, അവരുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ്. എക്സ്റ്റേണൽ ജെനിറ്റാലിയനെ മെയിൽ ഗൊണാപ്പോഫൈസസ് അല്ലെങ്കിൽ ഫെലോമിയേഴ്സ് എന്ന് പറയും. ഇതൊക്കെ എന്താണ്, സെയിം ആയിട്ടുള്ളതാണ്. ഇനി ഈ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള ഒരു കൈറ്റിനസ് സ്ട്രക്ചറാണ്. ആൻഡ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ മെയിൽ ഗോണോപോർ. So that is about the male reproductive system. And the next one is
female reproductive system. The female reproductive system consists of two large ovaries. രണ്ട് large ovaries ഉണ്ടായിരിക്കും, oviduct ഉണ്ടായിരിക്കും, spermatheca ഉണ്ടായിരിക്കും, genital chamber ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ collateral glands ഉണ്ടായിരിക്കും. So, the female reproductive system consists of a pair of large ovaries, oviduct, spermatheca, genital chamber and collateral glands. Genital chamber and collateral glands. ഇങ്ങനെ 5 സംഭവങ്ങളാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കാണുന്നത്. ഇനി ഫീമെയിൽസിന്റെ ഓവറി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സെക്കൻഡ് സെഗ്മെന്റ് മുതൽ 6th സെഗ്മെന്റ് വരെയാണ്. അതായത് 6th അബ്ഡോമിനൽ സെഗ്മെന്റ് വരെയാണ്. അവരുടെ സെക്കൻഡ് അബ്ഡോമിനൽ സെഗ്മെന്റ് മുതൽ 6th അബ്ഡോമിനൽ സെഗ്മെന്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലാർജ് സ്ട്രക്ചറാണ് ഇത് ഇവരുടെ ഓവറീസ് എന്ന് പറയുന്നത്. സോ ദേ ഹാവ് 2 large ovaries that extends from the second segments to the 6th segment, 6th abdominal segment. ഇങ്ങനെയാണ് അവരുടെ ലാർജ് ആയിട്ടുള്ള ഓവറീസ് കാണുന്നത്. ആൻഡ് ഈച്ച് ഓവറി ഈസ് മെയ്ഡ് ഓഫ് 8 ovarian tubules or ovarioles. ഈ ഫീമെയിൽസിന്റെ ഓവറി ഉണ്ടാക്കിയിട്ടുള്ളത് 8 ovarian tubules കൊണ്ടാണ്. 2 ഓവറീസ് ഉണ്ട്. ഈ 2 ഓവറീസും ഉണ്ടാക്കിയിട്ടുള്ളത് 8 ovarian tubules കൊണ്ടാണ്. ഈ ovarian tubulesനെ ovarioles എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ ഇവരുടെ ഓവറീസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? 8 ovarian tubules കൊണ്ടാണ് ഓവറീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഓവറീസിൽ ചെയിൻഡ് ആയിട്ടുള്ള ഓവത്തിനെ കാണാൻ സാധിക്കും. ദിസ് ovarian tubules കൺസിസ്റ്റ് ഓഫ് ചെയിൻഡ് ഓവ. അതായത് ചെയിൻഡ് ആയിട്ട് കാണുന്ന ഓവാസിനെ എവിടെ കാണാം? ഓവത്തിനെ എവിടെ കാണാൻ പറ്റും? ഈ പറയുന്ന ഓവറീസിൽ കാണാൻ സാധിക്കും. ഇനി ഓവറീസ് നിന്ന് വരുന്ന ഡക്റ്റ് ആണ് ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഓവറീസ് നിന്ന് വരുന്ന ഡക്റ്റ് ആണ് ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഈ 2 ഓവിഡക്ട്സും ജോയിൻ ചെയ്തിട്ട് ഒരു കോമൺ മീഡിയൻ ഓവിഡക്റ്റ് ആയിട്ട് മാറും. 2 ഓവറീസിനും 2 ഓവിഡക്ട്സ് വരുന്നുണ്ടായിരിക്കും. ആ 2 ഓവിഡക്ട്സും ജോയിൻ ചെയ്തിട്ട് ഒരു മീഡിയൻ ഓവിഡക്റ്റ് ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് മീഡിയൻ ഓവിഡക്റ്റ് ഈസ് നോൺ ആസ് ദെയർ വജൈന. അതിനെയാണ് അവരുടെ വജൈന എന്ന് പറയുന്നത്. ഇനി ഈ വജൈന എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? ജെനിറ്റൽ ചേംബറിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ദ വജൈന ഓപ്പൺസ് ഇൻ ടു ജെനിറ്റൽ ചേംബർ. ഇത് കൂടാതെ ഇവരുടെ 6th സെഗ്മെന്റിൽ ഒരു പെയർ സ്പെർമാത്തീക്കാസ് പ്രസന്റ് ആണ്. ആ 6th സെഗ്മെന്റിൽ ഒരു പെയർ എന്തുണ്ടായിരിക്കും? സ്പെർമാത്തീക്ക പ്രസന്റ് ആണ്. ഈ സ്പെർമാത്തീക്കയും ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്? ജെനിറ്റൽ ചേംബറിലേക്കാണ് സ്പെർമാത്തീക്ക എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. സോ അവരുടെ 6th പെയറിൽ എന്തുണ്ട്? സ്പെർമാത്തീക്ക പ്രസന്റ് ആണ്. ആൻഡ് ദാറ്റ് സ്പെർമാത്തീക്ക ഓപ്പൺസ് ഇൻ ടു ദ genital chamber. And the sperms are transferred through spermatophores. അതായത് ഇനി സ്പേംസിനെ എങ്ങനെയാണ് ഇവരുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സ്പെർമാറ്റോഫോഴ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പേംസ് സ്പെർമാറ്റോഫോഴ്സ് ആയിട്ടായിരിക്കും, ബണ്ടിൽസ് പോലെ ആക്കിയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനെ ഈ ബണ്ടിൽസിനുള്ളിൽ അല്ലെങ്കിൽ ഈ സ്പെർമാറ്റോഫോഴ്സിനുള്ളിലാണ് ആരുള്ളത്? സ്പേംസ് ഉള്ളത്. അപ്പോൾ ഈ സ്പെർമാറ്റോഫോഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുവഴിയാണ് എന്ത് ചെയ്യുക? സ്പേമിനെ ഈ ഫീമെയിൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് എന്ത് ചെയ്യും? അവർ ഒരു എൻകേസ്ഡ് ആയിട്ടുള്ള ഊത്തിക്കയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മാറ്റും. അതായത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ എവിടെയായിരിക്കും കാണുന്നുണ്ടാവുക? എൻകേസ്ഡ് ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഊത്തിക്കയിലായിരിക്കും കാണുന്നുണ്ടാവുക. ഇനി ഊത്തിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ പഴയ ബെഞ്ചുകൾ അല്ലെങ്കിൽ പഴയതായിട്ടുള്ള എന്തിൻ്റെങ്കിലുമൊക്കെ അടിയിലായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ഇത് ഇത്രമോന്നൊരു സ്ട്രക്ചർ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന കാണുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ തോണ്ടിയിട്ട് അല്ലെങ്കിൽ കുത്തിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ചെറിയ ഡാർക്ക് റെഡിഷ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്? ഈ ഊത്തിക്ക എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു സബ്സ്ട്രാറ്റത്തിൽ എന്തിലെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഗ്ലൂ ചെയ്തിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇനി ഒരു ഫീമെയില് 9 to 10 ഊത്തിക്കാസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 9 to 10 ഊത്തിക്കാസിലും ഓരോ ഊത്തിക്കാസിലും 14 to 16 എഗ്സ് ഉണ്ടായിരിക്കും. ഓരോ ഊത്തിക്കാസിലും എന്തുണ്ടായിരിക്കും? 14 to 16 ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് പ്രസന്റ് ആയിരിക്കും. സോ ഫീമെയിൽസിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ 2 ലാർജ് ഓവറീസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഓവിഡക്റ്റ് ഉണ്ടായിരിക്കും, സ്പെർമാത്തീക്ക ഉണ്ടായിരിക്കും, പിന്നെ ജെനിറ്റൽ ചേംബർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ കൊളാറ്ററൽ ഗ്ലാൻസും ഉണ്ടായിരിക്കും. ഇവരുടെ സെക്കൻഡ് അബ്ഡോമിനൽ സെഗ്മെന്റ് മുതൽ 6th അബ്ഡോമിനൽ സെഗ്മെന്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് അവരുടെ ഓവറീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ഓവറീസ് ആർ മെയ്ഡ് ഓഫ് 8 ovarian tubules or ovarioles. ഓരോ ഓവറീസും ഉണ്ടാക്കിയിട്ടുള്ളത് ovarian tubules കൊണ്ടാണ്. ഈ ഓവറീസിനുള്ളിലാണ് ആരെ കാണുക? ചെയിൻഡ് ആയിട്ടുള്ള ഓവത്തിനെ കാണുന്നുണ്ടാവുക. ഇനി സ്പെർമാറ്റോഫോഴ്സ് എന്താ ചെയ്യുക? ഈ പറയുന്ന ഫീമെയിൽ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഈ സ്പെർമാറ്റോഫോഴ്സ് ആയിട്ടാണ് സ്പേം എവിടേക്ക് എത്തുന്നത്?
ഫീമെയിൽ ബോഡിയിലേക്ക് എത്തുന്നത്. ഇനി ഫീമെയിൽ ബോഡിയിലേക്ക് ഈ സ്പെർമാറ്റോഫോഴ്സ് എത്തിക്കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷന് ശേഷം അത് എന്താവും, ഒരു എൻകേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂളിനുള്ളിലായിരിക്കും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിനുള്ളിലായിരിക്കും കാണുന്നുണ്ടാവുക. ഈ എൻകേസ്ഡ് ആയിട്ടുള്ള ഈ ക്യാപ്സ്യൂളിനെയാണ് ഊത്തീക്ക എന്ന് പറയുക. എൻകേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂളിനെയാണ് എന്തെന്ന് പറയുക, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗുള്ള ഈ ഒരു എൻകേസ്ഡ് ക്യാപ്സ്യൂളിനെയാണ് ഊത്തീക്ക എന്ന് പറയുക. ഇനി ഒരു ഫീമെയിൽ 9 to 10 ഊത്തീക്കാസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ ഊത്തീക്കയിലും 14 to 16 എഗ്സും ഉണ്ടായിരിക്കും. ഓരോ ഊത്തീക്കയിലും 14 to 16 എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഊത്തീക്ക എന്ന് പറയുന്നത് റെഡിഷ് അല്ലെങ്കിൽ ബ്ലാക്കിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു എൻകാപ്സുലേറ്റഡ് സ്ട്രക്ചറാണ്, ഒരു ഗുളിക പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്, ഊത്തീക്ക എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, 6th സെഗ്മെന്റിൽ സ്പെർമാറ്റോതീക്ക, ഒരു പെയർ സ്പെർമാറ്റോതീക്ക എന്താണ്, പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഇതും ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്, ജെനിറ്റൽ ചേംബറിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇനി കോക്രോച്ചിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പോറോബ്ലസ് ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് ത്രൂ നിംഫൽ സ്റ്റേജ്. അവർക്ക് നിംഫൽ സ്റ്റേജ് ഉണ്ടായിരിക്കും. നിംഫൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അഡൽട്ടിൻ്റെ അതേപോലെ തന്നെയായിരിക്കും, ഏകദേശം അഡൾട്ട് പോലെ തന്നെയായിരിക്കും അവരുടെ നിംസും ഉണ്ടായിരിക്കുക. പക്ഷെ എന്നാൽ എന്തായിട്ടുണ്ടാവില്ല, അഡൾട്ടിൻ്റെതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ നിംസിന് ഉണ്ടായിരിക്കില്ല. ഇനി ലാസ്റ്റ് നിംഫൽ സ്റ്റേജ് വരെ, സെക്കൻഡ് ലാസ്റ്റ് നിംഫൽ സ്റ്റേജ് എന്ന് വിചാരിക്കാം, അതുവരെ അവർക്ക് എന്തുണ്ടായില്ല, വിൻ പാഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ സെക്കൻഡ് ലാസ്റ്റ് വണ്ണിന് എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് നിംഫൽ സ്റ്റേജിന് എന്തുണ്ടായിരിക്കും, ഒരു വിങ് പാഡ് ഉണ്ടായിരിക്കും. വിങ്സ് അല്ല, വിങ് പാഡ്, വിങ് പോലെയുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അഡൾട്ടിലേക്ക് എത്തുമ്പോൾ അഡൾട്ടിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, വിങ്സ് പ്രസന്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള നിംഫൽ സ്റ്റേജിന് എന്തുണ്ടായിരിക്കും, വിങ് പാഡ് പ്രസന്റ് ആയിരിക്കും. പക്ഷെ അഡൾട്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ, വിങ്സ് ഉണ്ടാവുള്ളൂ. ഇനി ഈ പറയുന്ന നിംഫൽ സ്റ്റേജ് 13 times മോൾട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് എന്തായിട്ട് മാറുന്നത്, അഡൾട്ടായിട്ട് മാറുന്നത്. സോ നിംഫൽ സ്റ്റേജ് 13 time മോൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം എന്താവുന്നുള്ളൂ, അഡൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി കോക്രോച്ചിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ പറയത്തക്ക അങ്ങനെ അത്ര അധികം ഇല്ലെങ്കിൽ പോലും കോക്രോച്ചിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസും മറ്റുമൊക്കെ എന്ത് ചെയ്യും, അവരൊരു സ്മെല്ലി ആയിട്ടുള്ള ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് അതിനൊക്കെ കണ്ടാമിനേറ്റഡ് ആക്കും. അതുകൂടാതെ ഒരുപാട് ബാക്ടീരിയൽ ഡിസീസസിൻ്റെ ഒക്കെ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ഈ പറയുന്ന കോക്രോച്ചസ് ആക്ട് ചെയ്യാറുണ്ട്. അതാണ് ഇവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒന്ന്, ഫുഡ് പാർട്ടിക്കിൾസിനെയും മറ്റും അവരെന്ത് ചെയ്യും, കണ്ടാമിനേറ്റഡ് ആക്കി മാറ്റും. ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി, അത് യൂസ് ചെയ്തിട്ട് സ്മെല്ലി ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ആ ഫുഡ് പാർട്ടിക്കിളിനൊക്കെ എന്ത് ചെയ്യും, അവർ കണ്ടാമിനേറ്റഡ് ആക്കും. അതുകൂടാതെ ഒന്നും കൂടി നമ്മൾ പറഞ്ഞു, ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് പോലെയുള്ള ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോബ്സിൻ്റെ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കുറേ ഡിസീസസിൻ്റെ കാരിയേഴ്സ് ആയിട്ട് ഈ പറയുന്ന കോക്രോച്ച് ആക്ട് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദെയർ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോക്രോച്ചിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും എക്കണോമിക് ഇമ്പോർട്ടൻസിലൊക്കെ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ കോക്രോച്ചിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കേസും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതൊക്കെ എവിടെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ആ ടിഷ്യൂസിൻ്റെ കേസ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓർഗൻ സിസ്റ്റംസ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പിന്നെ പഠിച്ചത് കോക്രോച്ചിനെ കുറിച്ചിട്ടാണ്. കോക്രോച്ചിൻ്റെ മോർഫോളജിയും അതേപോലെ തന്നെ അനാറ്റമിയും ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോക്രോച്ചിൻ്റെ അനാറ്റമി ആയിരുന്നു മെയിനായിട്ട് നോക്കിയത്. കോക്രോച്ചിൻ്റെ മോർഫോളജി പറയുമ്പോൾ നമ്മൾ ആദ്യം കോക്രോച്ചിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്നുള്ളത് പറഞ്ഞു, പെരിപ്ലാനേറ്റ അമേരിക്കാന. പിന്നെ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എലിമെൻ്ററി കനാലിൻ്റെ പാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ്, അതായത് ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടെക്സ്റ്റിൽ എന്തൊക്കെ പിക്ചേഴ്സ് ഉണ്ടോ ആ പിക്ചേഴ്സിനൊക്കെ ഏറ്റവും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പോൾ കോക്രോച്ചിൻ്റെ കേസിൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അതേപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇങ്ങനെ ഓരോ സാധനത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സൊക്കെ നമ്മൾ നല്ലതുപോലെ പഠിക്കുക. കാരണം അത് ബേസ്ഡ് ആയിട്ടുള്ള, ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും,
എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു.